ചിന്താ വിഷയം: ബലഹീനരിലൂടെ തമ്പുരാൻ പ്രവർത്തിക്കും. എനിക്ക് ഒന്നും അറിയില്ല. എളിമയുള്ള മനസ്സോടെ കൈകൂപ്പി തലകുനിച്ചു നിൽക്കുക. ദൈവം അവരിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അന്നത്തെ ക്രൈസ്തവ സഭയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും റോസയുടെ സമർപ്പിത ജീവിതാശ്ലേഷത്തെ പിന്നെയും സാരമായി ബാധിച്ചു. തന്നെ സമർപ്പിച്ച് സന്യാസിനിയാകാൻ ആഗ്രഹിച്ച് കൂനമ്മാവ് മഠത്തിലെത്തിയ റോസ കോൺവെന്റിലെ ബോർഡിങ്ങിൽ പ്രാർത്ഥനയും പഠനവുമായി ചെലവഴിച്ചത് നീണ്ട 9 വർഷമാണ്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും ഇരിക്കൂ. ഒരു അടിയന്തര കാര്യം പറയുവാനാണ് എല്ലാവരെയും വിളിപ്പിച്ചത്. റോസ വന്നില്ലേ മദർ? വേഗം വിളിക്കൂ. റോസ എത്തിയല്ലോ. റോസ എത്തിയല്ലോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എത്തുവാൻ താമസിച്ചു, ക്ഷമിക്കണം. സാരമില്ല, മുൻകൂട്ടി അറിയിച്ച യോഗമല്ലല്ലോ ഇത്. കയറിയിരിക്കൂ. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അറിയിക്കാനാണ് നിങ്ങളെ എല്ലാവരെയും വിളിപ്പിച്ചത്. സുറിയാനിക്കാർക്ക് ലഭിച്ച തൃശൂർ, കോട്ടയം വികാരിയാത്തുകൾ വീണ്ടും തൃശൂർ, എറണാകുളം, ചങ്ങനാശ്ശേരി രൂപതകളായി പുനർവിഭജനം നടത്തിയതായി അറിയാമല്ലോ. ഇതുവരെ തൃശൂർ വികാരിയാത്തിലായിരുന്ന നമ്മുടെ ഈ കൂനമ്മാവ് മഠം എറണാകുളം വികാരിയാത്തിന്റെ കീഴിലായതായി അഭിവന്യ മേനാച്ചേരി പിതാവ് അറിയിച്ചിരിക്കുന്നു. ആയതിൻ പ്രകാരം ഈ ഭവനത്തിൽ തൃശൂർ വികാരിയാത്തിൽപ്പെട്ട 10 പേർ തൃശൂർ വികാരിയാത്തിലെ കണിച്ചായി കുടുംബം ദാനം ചെയ്ത ഭവനം പുതിയ മഠമായി പിതാവ് മാറ്റിയിരിക്കുന്നു. അമ്പഴക്കാട്ടെ ഈ പുതിയ മഠത്തിലേക്കാണ് ഈ 10 പേർ പോകുന്നത്. ഈ 10 പേരെന്ന് എഴുന്നേറ്റ് നിന്നേ. ഈ 10 പേർക്ക് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയൊരു ദൗത്യമാണ് സഭ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയും പരിത്യാഗവും കൊണ്ടുള്ള ജീവിതവും വഴി അനേകരെ യേശുവിന്റെ ചാരത്ത് അണയിച്ച് സഭയെ കെട്ടിപ്പൊക്കുക. നാളെ രാവിലെ ഇവിടെ നിന്ന് വഞ്ചിയിൽ നിങ്ങൾ അമ്പഴക്കാട്ടേക്ക് പുറപ്പെടുക. നിങ്ങളെ യാത്രയാക്കാൻ ഇവിടെ നിന്ന് കുറച്ച് സിസ്റ്റേഴ്സും നിങ്ങളുടെ കൂടെ വരുന്നതാണ്. എല്ലാവർക്കും യാത്രാമംഗളങ്ങൾ ആശംസിക്കുന്നു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എവിടെ നിന്ന് വരുന്നു? കുറച്ചു ദൂരെന്നാ, കണ്ടശാങ്കടവ്. എന്താണാവോ കാര്യം? എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും ദൈവം സാധിച്ചു കൊടുക്കുന്ന ഒരു കുട്ടി ഈ മഠത്തിലുണ്ടെന്ന് അറിഞ്ഞു. റോസ എന്നാ പേരെന്ന് അറിഞ്ഞത്. വലിയൊരു പണക്കാരന്റെ മോളാന്നാ പറഞ്ഞു കേട്ടത്. പണക്കാരന്റെ മോളായതുകൊണ്ടാണോ ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്? അല്ലല്ല, ഈ കുട്ടിയെ കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയ അറിവ് പറഞ്ഞതാ. നിങ്ങൾ പറഞ്ഞത് നേര് തന്നെയാ. ദൈവത്തിന് പ്രിയങ്കരിയാണ് റോസ. അതിന് വ്യക്തമായ തെളിവുകൾ തുടക്കത്തിലേ കണ്ടു തുടങ്ങി. നിരന്തര പ്രാർത്ഥനയും ഏത് സഹനാവസ്ഥയിലൂടെയും കടന്നു പോകാനുള്ളൊരു മനസ്സും അവൾക്കുണ്ട്. പൈശാചിക പീഡകൾ ധാരാളം ഉണ്ടെന്ന് കേട്ടു. നേരാണോ? അത് പിന്നെ വിശുദ്ധിയുടെ പാതയിൽ ചരിക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പിശാച് എന്നും പരിശ്രമിക്കുമല്ലോ, പല രീതിയിൽ. ഞങ്ങൾക്ക് വേണ്ടി റോസയെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണം. അതിനാണ് ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഞങ്ങൾ വന്നത്. ഞങ്ങൾ കുറച്ചുപേർ, റോസയുൾപ്പെടെ, ഇവിടെ നിന്നും പോവുകയാണ്. എങ്ങോട്ട് പോകുന്നു സിസ്റ്റർ? അമ്പഴക്കാട് പണിത പുതിയ മഠത്തിലേക്ക്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് കാണണം. കൃത്യസമയത്ത് തന്നെയല്ലേ ഞങ്ങൾ വന്നത്? തിരക്കിന്റെ സമയമാ.
ഞാൻ റോസയോട് പറയാം. ശരി. റോസ എന്തിയെ മോളെ? ആ മുറിയിലുണ്ട് സിസ്റ്റർ. ഇതുകൂടി വെച്ചു റോസേ. റോസേ, റോസയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ കണ്ടശാങ്കടവിൽ നിന്ന് കുറച്ചു പേർ വന്നിരിക്കുന്നു. കന്യാസ്ത്രീ ആവുന്നതിന് മുൻപേ റോസ പ്രശസ്തയായല്ലോ. ഞങ്ങൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ. ദൈവേഷ്ടം നടക്കട്ടെ. എന്നാൽ ബിയാട്രിസമേ, മദറിന്റെ അനുവാദമില്ലാതെ എനിക്ക് അവരെ കാണുക പോലും വേണ്ട. അത് ശരിയേ. റോസ ഒരുങ്ങിക്കോളൂ, ഞാൻ മദറിനോട് സംസാരിച്ചോളാം. അവളുടെ മുറിയിൽ അസാധാരണമായ വെളിച്ചവും സുഗന്ധവും അവിടെയുള്ളവർക്ക് അനുഭവപ്പെട്ടു. ആ സിസ്റ്റർ ബിയാട്രീസ്, ഇത് മേനാച്ചേരി പിതാവിനുള്ളൊരു കത്താണ്. റോസയെ കുറിച്ച് പിതാവ് എല്ലാം അറിഞ്ഞിരിക്കട്ടെ. റോസയുടെ ദൈവിക അനുഭവങ്ങൾ നാം മറച്ചു വെക്കേണ്ടതല്ലോ. അസാധാരണം. നാളത്തെ ഒരു വിശുദ്ധയെ കുറിച്ചാണ് മദർ ഈ കത്തിൽ എഴുതിയതെന്ന് ആരറിഞ്ഞു? ഈ കത്ത് സിസ്റ്റർ ബിയാട്രീസ് മഠം വെഞ്ചിരിപ്പിന് മേനാച്ചേരി പിതാവ് വരുമ്പോ രഹസ്യമായിട്ട് കൊടുക്കണം. ശരി. റോസയെ കുറിച്ച് എല്ലാം ഇതിനകത്ത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ശരി മദർ. മദർ, ഞാൻ വന്നത് റോസയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാൻ കുറെ പേർ കണ്ടശാങ്കടവിൽ നിന്ന് വന്നിരിക്കുന്നു. കണ്ടശാങ്കടവിന്നോ? അതെ മദർ. റോസയെ കാണണമെന്നും പറഞ്ഞ് ഒരേ വാശി. അത് റോസ അറിഞ്ഞോ? ഞാൻ ഒന്ന് സൂചിപ്പിച്ചു. എന്തു പറഞ്ഞു? മദർ അനുവദിക്കാതെ അവരെ കാണുക പോലും ചെയ്യില്ലെന്ന് പറഞ്ഞു. എന്ത് വിനയോ അച്ചടക്കോ എളിമയും അനുസരണമുള്ളൊരു കുട്ടി. എല്ലാവർക്കും വേണ്ടി ഞാൻ ഇനിയും പ്രാർത്ഥിച്ചോളാം. മോളെ, എന്റെ ഭർത്താവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഭർത്താവിന് എന്തു പറ്റി? മുഴുകുടിയ കുടിച്ചു വന്നാ പിന്നെ എന്നെ മക്കളെ ഉപദ്രവിക്കും. ഒന്ന് പ്രാർത്ഥിക്കണേ മോളെ. ചേച്ചി ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദിവസവും ഇടിക്കുന്ന ആൾക്ക് വേണ്ടി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? അവിടെയാണ് തെറ്റിപ്പോയത്. ഭർത്താവിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് ഭാര്യയാണ്. ചേച്ചി ഭർത്താവിനെ സ്നേഹത്തോട് സമീപിച്ചിട്ടുണ്ടോ? എങ്ങനെ ഞാൻ സ്നേഹിക്കും? ചേച്ചി ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതെങ്ങനെ? അയാൾ ഒന്ന് പറഞ്ഞാൽ ഇവൾ രണ്ട് പറയും മോളെ. വചനമായിരിക്കട്ടെ ഇനി നമ്മുടെ ശക്തി. വചനം ഇരുതല വാളിനെ. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം ചേച്ചി ദിവസവും ചൊല്ലണം. മദ്യപന്മാരെ ഉണർന്ന് വിലപിക്കുവിൻ, വീഞ്ഞു കുടിക്കുന്നവരെ നെടുവേർപിടുവിൻ. മധുരിക്കുന്ന വീഞ്ഞ് നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും തട്ടി മാറ്റിയിരിക്കുന്നു. വചനം ഓർമ്മയുണ്ടല്ലോ. ധൈര്യമായിരിക്കും. 33 ദിവസം 33 പ്രാവശ്യം ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. ഭർത്താവിന്റെ മദ്യപാനം നിൽക്കും. ഇനി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 9 വർഷമായിട്ടും എന്റെ സഭാവസ്ത്ര സ്വീകരണം നടന്നിട്ടില്ല. ദൈവേഷ്ടം എന്നിൽ പ്രാവർത്തികമാക്കാൻ, വിളിയിൽ ഉറച്ചു നിൽക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം. മദർ
ദിയാട്രിസിനെ വിളിക്കാം. വേണ്ട കുട്ടി, വിഷമിക്കുകയും വേണ്ട. ഞാൻ തമ്പുരാന്റെ സന്നിധിയിലായിരുന്നു. ഞാൻ കരഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാ. അതെ മോളെ, നിങ്ങൾ കുട്ടികളാ. എന്നാ നിങ്ങളുടെ ദൗത്യമോ എത്രയോ വലുതാ. 9 വർഷത്തെ നിങ്ങളുടെ ബോർഡിംഗ് ജീവിതവും പരിശീലനവും കുറ്റമറ്റതാക്കാൻ എനിക്കായോ എന്നൊരു സംശയം. അതുകൊണ്ട് മാപ്പിരുന്ന് ഞാൻ യാചിക്കുകയായിരുന്നു. നിങ്ങൾക്ക് യേശു വാഗ്ദാനം ചെയ്ത സഹായകന്റെ ജ്ഞാനം കൊടുക്കണമേ, ബുദ്ധി കൊടുക്കണമേ, ആത്മസംയമനം കൊടുക്കണമേ എന്ന്. ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ 50 വർഷം പഠിച്ചതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല എന്റെ മകളെ. ഈ ബോധ്യങ്ങൾ മദർ ഞങ്ങൾക്ക് പലപ്പോഴായി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നന്ദി. ഈ മഹത്തായ അന്തസ്സിലേക്കുള്ള ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് തന്നെ ദൈവ പദ്ധതി ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ മഹത്വം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ മഹാപാപിയായ എനിക്ക് സാധിക്കുവാനായി അമ്മ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാം മോളെ, പ്രാർത്ഥിക്കാം. എന്റെ ഈ ജീവിതം തന്നെ പ്രാർത്ഥിക്കാനുള്ളതല്ലേ മോളെ? ബലഹീനരിലൂടെ തമ്പുരാൻ പ്രവർത്തിക്കും. നമ്മളൊന്നും അറിയണ്ട, എനിക്കൊന്നും അറിയില്ല. എളിയ മനസ്സോടെ കൈകൂപ്പി തല കുനിച്ച് നിൽക്കുക. ആ തലയിലേക്ക് വലിയ കാര്യങ്ങൾ ഈശോ വെച്ചു തരും. നാം ചിന്തിക്കും, ഈ പൊട്ടിക്ക് എങ്ങനെ ഇതെല്ലാം സാധ്യമാകുന്നു എന്ന്. അത് മനസ്സിലാക്കാതെ മറ്റുള്ളവർ അത്ഭുതപ്പെടും, അസൂയപ്പെടും. വികാരിയത്തുകളുടെ വിഭജനം സഭാഭരണത്തിനും വളർച്ചയ്ക്കും ആധ്യാത്മികമായ ഉണർവിനും അതുപോലെ വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും സഭയ്ക്ക് വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിച്ചു എന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ കാണുവാൻ സാധിക്കൂ. തൃശൂർ വികാരിയത്തിൽപ്പെട്ട 10 പേരുടെ ഈ ചെറു സംഘത്തിന്റെ സാന്നിധ്യം അമ്പഴക്കാട്ടും ഒല്ലൂരിലും മഠം സ്ഥാപിക്കുകയും പിൽക്കാലത്ത് സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും അഗതി മന്ദിരങ്ങളും സ്ഥാപിച്ച് സന്യാസത്തിന്റെ ആവൃത്തിക്കുള്ളിൽ നിന്ന് ത്യാഗപൂർണമായ സേവന രംഗത്തേക്ക് ചാവറയച്ചനും ലിയോ പോൾ ദ മിഷണറിയും ചേർന്നു സ്ഥാപിച്ച കർമ്മലീത്ത സഭ എത്തിപ്പെട്ടത് അത്ഭുതത്തോടെ നോക്കിക്കാണുവാൻ സാധിക്കൂ. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ കർമ്മലീത്ത സഭാംഗങ്ങൾ കാഴ്ചവെച്ച സേവനം വളരെ വലുതാണ്. ഈ ചെറു സംഘത്തിൽ നിന്നാണ് ലോകം അത്ഭുത പുരസരം വണങ്ങിയ ഭാരതത്തിന്റെ 2ാമത്തെ വിശുദ്ധ എവുപ്രാസ്യാമ്മ ഉണ്ടായത്. അന്ന് നാണം കുണുങ്ങി എന്ന് തോന്നിച്ച ആ യുവതിയുടെ മനസ്സ് ക്രിസ്തു സ്നേഹാഗ്നിയിൽ ആളിക്കത്തിയിരുന്നു എന്ന് അധികമാരും അറിഞ്ഞിരുന്നില്ല. റോഡോ റെയിലോ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ കിലോമീറ്ററുകൾ ജലമാർഗമുള്ള വഞ്ചിയാത്ര ഇന്നത്തെ തലമുറയ്ക്ക് അചിന്തനീയം തന്നെ.
തോമസേ അവരെത്തി. വരൂ എല്ലാരും. മുമ്പോട്ട് പോന്നോളൂ. മെയ് 7 തീയതി 3 മണിക്ക് അമ്പഴക്കാട്ടേക്ക് പുറപ്പെട്ട അവരുടെ വഞ്ചിയാത്ര മെയ് 8 തീയതി യഥാസമയം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. തൃശൂർ വികാരിയത്തിൽ സന്യാസാശ്രമമില്ലാതിരുന്ന അക്കാലത്ത് അമ്പഴക്കാട്ടുള്ള കണിച്ചായി കുടുംബം ദാനം ചെയ്ത ഭവനത്തിൽ ആദ്യം മഠം ആരംഭിക്കുകയും അമ്പഴക്കാട്ട് നിവാസികൾ ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ ഇവരെ ആർഭാടപൂർവം സ്വീകരിക്കുകയും ചെയ്തു. എല്ലാവർക്കും അമ്പഴക്കാട്ടേക്ക് സ്വാഗതം. വരൂ. വർഷത്തെ റോസയുടെ പ്രാർത്ഥനാപൂർണമായ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 1897 മെയ് 10 അമ്പഴക്കാട്ടുവെച്ച് മേനാച്ചേരി പിതാവിൽ നിന്ന് തലമുണ്ടു സ്വീകരിച്ച് സന്യാസ വസ്ത്ര സ്വീകരണത്തിനുള്ള ആദ്യ പടിയിലേക്ക് ആ 9 പേർ കാലൂന്നി. ആത്മനിർവൃതിയോടെയാണ് പിതാവിൽ നിന്ന് തലമുണ്ടു സ്വീകരിച്ചത്. സന്യാസ വസ്ത്രം സ്വീകരിക്കുന്ന ആ ദിനം അവൾ സ്വപ്നം കണ്ടു, പ്രാർത്ഥിച്ചൊരുങ്ങി. ഉപവാസവും പ്രായശ്ചിത്ത പ്രവൃത്തികളും കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തണം അവൾ തീരുമാനിച്ചുറച്ചു. ഈ കത്തിലെ വിവരങ്ങൾ ദൈവികമെങ്കിൽ അതൊരു വ്യക്തിയുടെ വിശുദ്ധ ജീവിതത്തിന്റെ ആരംഭമായി കാണേണ്ടതാണ്. വിശദമായ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ ഈ വക കാര്യങ്ങൾ പുറം ലോകം അറിയാൻ പാടുള്ളൂ. ഉവ്വ് പിതാവേ. പിതാവേ, കൂനമാവ് മഠത്തിലെ 9 വർഷത്തെ പഠന കാലയളവിൽ നിരവധി പേർ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചു വരികയും അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തതായാണ് ഞാൻ അറിഞ്ഞത്. സഹനങ്ങളും അതുപോലെ ലഭിക്കുന്നുണ്ട്. നാം അധിക പ്രോത്സാഹനം ഈ കാര്യത്തിൽ കൊടുക്കുന്നില്ല. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവഹിതം എന്താണെന്ന് അറിയുക. ഏതായാലും റോസയോട് എനിക്കൊന്ന് സംസാരിക്കണം. വിളിപ്പിക്കൂ. റോസയെ വിളിച്ചുകൊണ്ടുവരും. ശരി മദർ. റോസ? അതെ പിതാവേ. കാട്ടൂർ എടത്തുരുത്തി എലുവുത്തുങ്കൽ അന്തോണിയുടെ മകൾ? അതെ പിതാവേ. കുട്ടിയുടെ പിതാവിന് നീ മഠത്തിൽ ചേർന്നത് ഇഷ്ടമായില്ലെന്നറിഞ്ഞു. വലിയ പിണക്കത്തിലായിരുന്നു. ഇപ്പോൾ ഞാൻ റോസയോടാണ് സംസാരിക്കുന്നത്. ക്ഷമിക്കണം പിതാവേ. ഇപ്പോൾ അപ്പന് വലിയ സന്തോഷാണ് പിതാവേ. തിരുക്കുടുംബം പ്രത്യക്ഷപ്പെട്ടതും പൈശാചിക പരീക്ഷണങ്ങൾ ഉണ്ടായതും റോസയുടെ സ്വപ്നമല്ലായിരുന്നു. അല്ലായിരുന്നു, സത്യമാണ് പിതാവേ. നല്ലത്. മകളെ, പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വചനം അറിയുമോ നിനക്ക്? അറിയാം. പറയൂ. എന്റെ മകനെ
നീ കർത്ത ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിനക്ക് നന്മ വരട്ടെ, നമുക്ക് സന്തോഷമായി. ഇതാണ് വിരോധാഭാസം. തമ്പുരാനോടൊപ്പമെങ്കിൽ എല്ലാം ശാന്തം, സ്വസ്ഥം എന്നല്ലേ മാനുഷികമായി ചിന്തിക്കുക? യാഥാർത്ഥ്യവും അത് തന്നെ. എന്തു സംഭവിച്ചാലും കുലുക്കമില്ലാതെ, കലക്കമില്ലാതെ കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറയുന്ന പ്രതീക്ഷയാർന്ന റോസയുടെ വിശ്വാസത്തിന്റെ അടിയറവെപ്പ് സമാധാനവും സ്വസ്ഥതയുമായി നമ്മിൽ നിറയുന്നു. ഇത് സമചിത്തത ഉളവാക്കുന്നു. എല്ലാം തമ്പുരാൻ നടത്തും, തമ്പുരാൻ നടത്തിക്കും എന്ന ആത്മവിശ്വാസത്തിന്റെ ഉടമകളായ ഈ സഭാ സ്ഥാപക പിതാക്കന്മാരായ ചാവറ അച്ഛന്റെയും മിഷണറി ഡെലിഗേറ്റായിരുന്ന ലെയോപോൾദ മൂപ്പച്ചന്റെയും വിശ്വാസ തീഷ്ണത, ദൈവാശ്രയബോധം ഇവയായിരുന്നു സ്ഥാപന സമയത്ത് മുടക്കുമുതൽ. ദൈവത്തിന് വേദപുസ്തകത്തിലെ ജോബിൽ അഭിമാനമായിരുന്നു. അതിനാൽ അവിടുന്ന് ദുഷ്ടാരൂപികളെപ്പോലും വെല്ലുവിളിച്ചു. എന്റെ മകൻ ഇളകുകയില്ല എന്ന്. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ അനുഭവങ്ങളും മനസ്സിനെ ആവേശോജ്വലമാക്കണം. എല്ലാ കാര്യങ്ങളും എന്നോട് കുമ്പസാരിക്കണം. പറ്റാതെ വന്നാൽ എഴുതി അറിയിക്കണം. അറിയിക്കാം പിതാവേ. ഇനി നടക്കേണ്ട നിന്റെ സഭാവസ്ത്ര സ്വീകരണത്തിന് ഇടേണ്ട നിന്റെ പേര് നാം ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. യൗപ്രാസ്യ. നന്ദി പിതാവേ, നന്ദി. ക്ഷമിക്കണം, അവിവേകമാണെന്ന് തോന്നരുത്. പറഞ്ഞോളൂ. ഏവുപ്രാസ്യ എന്ന പുണ്യവതിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല പിതാവേ. തുറന്നു ചോദിച്ചതിൽ നാം വളരെ സന്തോഷിക്കുന്നു. പറഞ്ഞു തരാം.